അജ്ഞാതവാസി ജനാർദ്ദൻ ചിക്കണ്ണ സംവിധാനം ചെയ്ത് രംഗായണ രഘു, പാവന ഗൗഡ തുടങ്ങിയവർ അഭിനയിച്ച ഈ കന്നഡ ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. 90കളുടെ അവസാനം കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു മർഡർ, ഒപ്പം കമ്പ്യൂട്ടർ ആ നാട്ടിൻപുറത്തെ കുറെ മനുഷ്യരുടെ ലൈഫിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നതുമാണ് പടത്തിന്റെ പ്ലോട്ട്. എനിക്ക് 2 ദിവസം പനിയായിരുന്നുകൊണ്ട് പുതിയ പടമൊന്നും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. മൂൺ വാക്കൊക്കെ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ച പടമാണ്, പക്ഷേ പനി മൂലം സാധിച്ചില്ല. അപ്പോഴാണ് OTTയിൽ ഈ സിനിമ കാണാതെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. സോ കാണാമെന്ന് വിചാരിച്ചു. വളരെ പതുക്കെ തുടങ്ങി ഒരു അരമണിക്കൂറിന് ശേഷം എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു പടമാണിത്. 1997 കാലഘട്ടമാണ് കാണിക്കുന്നത്. കമ്പ്യൂട്ടർ യുഗം ആരംഭിക്കുന്ന ഇടമെന്നൊക്കെ പറയാം. ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാല ടൈമാണിത്. അപ്പം ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കാണുന്നത്, എങ്ങനെയെങ്കിലും അത് പഠിക്കണമെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്, ആകാംക്ഷയൊക്കെ എനിക്ക് പേഴ്സണലി ഓർമ്മ വന്നു. പിന്നെ Y2K ഇഷ്യൂ ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കഥയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പെർഫോമൻസുകൾ, നല്ല സ്ക്രിപ്റ്റ്, നല്ല മ്യൂസിക് ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. കന്നഡയിലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ചില ത്രില്ലർ സിനിമകൾ ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒരു നാടോടി കഥയൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. 2018 തോന്നുന്നു ആ കരാള രാത്രി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കറിയാം. അത് മലയാളത്തിൽ തമിഴിലൊക്കെ റീമേക്ക് ചെയ്ത് കുളവാക്കിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അതുപോലെയുള്ള വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കന്നഡ ത്രില്ലറാണിത്. അതിനൊരു സ്പെഷ്യൽ ഭംഗിയുണ്ടെന്ന് പറയാം. പെർഫോമൻസ് പറഞ്ഞാൽ ഇൻസ്പെക്ടർ ഗോവിന്ദ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ രംഗായണ രഘുവാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പങ്കജ എന്ന നായിക കഥാപാത്രത്തെ പാവന ഗൗഡ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ ആൻഡ് കിടലൻ പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരി. അതുപോലെ രോഹിത് ആയിട്ട് വന്ന സിദ്ധു മൂലിമണിയും കൊള്ളാം. ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നൈസ് ആണ്. ടെക്നിക്കൽ സൈഡിൽ ചരൺ രാജിന്റെ മ്യൂസിക് ആണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്. ഇതിൽ നഗുവിന നെസ്ര എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. അതിന് ഭയങ്കര ഒരു ഇമോഷണൽ ഇഫക്റ്റ് തന്നെ തരാൻ പറ്റിയെന്ന് പറയാം. ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഒരു ഓക്കെ ഫീൽ മാത്രമാണ് എനിക്ക് തോന്നിയത്. പടം വളരെ ലോ ബഡ്ജറ്റ് ആണെന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാനുള്ളത്. ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ലുക്ക് പലയിടങ്ങളിലും പടം കണ്ടപ്പോൾ തോന്നിച്ചു. പിന്നെ ആദ്യത്തെ ആ ഒരു അരമണിക്കൂറിനടുത്ത് നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. കഥയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് ആ ഒരു ഗ്രിപ്പ് കിട്ടാൻ ഒരല്പം താമസം എടുക്കും. ഇങ്ങനെ ചില ചെറിയ നെഗറ്റീവ്സ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ആകമൊത്തം ടോട്ടലിൽ നല്ല ഒരു ക്രൈം ത്രില്ലറാണ് അജ്ഞാതവാസി. കന്നഡയിൽ നിന്ന് വന്ന വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു അണ്ടർ റേറ്റഡ് ത്രില്ലർ എന്ന് തന്നെ പറയാം. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. പടം C5 അവൈലബിൾ ആണ്. ഇപ്പോൾ കന്നഡ ഭാഷയിൽ മാത്രമേ സിനിമ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചാണ് കണ്ടത്. പടം 18+ ഒന്നും അല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.